തള്ളിക്കളയാൻ പറ്റുമോ ഷാക്കിർ? നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ കേരളത്തിലല്ലേ ശ്രീ അനിൽ നമ്പ്യാരെ? തീർച്ചയായും. ഈ പി സി ജോർജ് എന്ന് പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ ശ്രമിക്കുന്ന ആളാ പി സി ജോർജ്. ഞങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ തന്റെ അപ്പന്റെ വകയാണോ ഇന്ത്യ? പ്രിയമുള്ളവരെ, ഇത് ജനൻ ടി വിയിൽ ഇന്നലെ നടന്ന ഒരു ചർച്ചയാണ്. ആ ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് CK ഷാക്കിർ പറയുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, മതേതര കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അത് പാകിസ്ഥാൻ അനുകൂലികളാണ്. ഈ മുസ്ലിം ലീഗുകാരെല്ലാം പാകിസ്ഥാനിൽ പോകണം എന്ന തരത്തിലുള്ള പ്രസ്താവനയുമായിട്ട് പൂഞ്ഞാറ്റിലെ പൊതുശല്യം PC ജോർജ് അവിടെ ഇരുന്ന് വിഷം ചീറ്റിയപ്പോൾ അവിടെ CK ഷാക്കിർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് അദ്ദേഹം പറയുകയാണ്, ഞങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ പറയാൻ തൻ്റെ അപ്പൻ്റെ വകയാണോടോ ഇന്ത്യ എന്ന് PC ജോർജിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച CK ഷാക്കിറിനെ പോലെയുള്ള യുവ നേതാക്കളുടെ ആർജവം അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. ചില ആളുകൾ മുസ്ലിം ലീഗ് വിരോധം കാരണം പലതരത്തിലുള്ള പല കുൽസിത ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംഘപരിവാറിൻ്റെ ആശയം പേറുന്ന, സംഘപരിവാറിൻ്റെ വർഗീയ വിഷലിപ്തങ്ങൾ ഒളിച്ചു കടത്തുന്ന ജനൻ ടി വിയെ പോലെയുള്ള ഒരു ചാനലിൽ പോയിരുന്നു കൊണ്ട് അവിടെ PC ജോർജ് നിൻ്റെ തന്തയുടെ വകയാണോ എന്ന് ചോദിച്ച ആ ആർജവം, അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഇവിടെ PC ജോർജിനെ തന്തയ്ക്ക് വിളിച്ച ഷാക്കിർ സാഹിബിനോട് ആദ്യം നീരസം തോന്നി, മറ്റൊന്നുമല്ല, ഇല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയരുത് എന്നുള്ള ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് വംശീയതയുടെയും വർഗീയതയുടെയും മുഴുവൻ സീമകളും ലംഘിച്ചു കൊണ്ടുപോകുന്ന പൂഞ്ഞാറ്റിലെ പൊതുശല്യം, അങ്ങനെ തന്നെ പറയണം. ഒരു സമയത്ത് SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചിറകിലേറിക്കൊണ്ടായിരുന്നു PC ജോർജ് എന്ന് പറയുന്ന തലതെറിച്ച, ഇപ്പോൾ ഷാക്കിർ സാഹിബ് പറഞ്ഞ ആ ഉപമ അത് ആപ്റ്റാകുന്ന. PC ജോർജ് പല ആളുകളുടെയും തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്. PC ജോർജിൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ കൂടുതൽ ആളുകൾ നിന്നിട്ടില്ല. അതില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഷാക്കിർ സാഹിബ് എന്തായാലും അത് ഉണ്ട് എന്ന് ധരിച്ചു കാണും. ഓക്കെ, പല രാഷ്ട്രീയ കക്ഷികൾക്കുമൊപ്പം ചേർന്നുകൊണ്ട് അധികാരത്തിന് വേണ്ടി വെറിമൂത്ത് നടന്ന PC ജോർജ് എന്ന് പറയുന്ന കേരളത്തിലെ കോട്ടയത്തെ, അതുപോലെ പൂഞ്ഞാറ് മണ്ഡലത്തിലെ പൊതുശല്യം ഇപ്പോൾ ഇന്ത്യയുടെ ശാപമായ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇസ്ലാം വിരുദ്ധത മാത്രം അത് മൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അത് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ, വാരി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ PC ജോർജിൻ്റെ മുഖത്ത് നോക്കി ഷാക്കിർ സാഹിബിനെ പോലെയുള്ള ആളുകൾ ചോദിക്കുന്ന ആ ചോദ്യം അതുതന്നെയാണ് ഇന്ത്യൻ മുസൽമാൻ എന്ന നിലയ്ക്ക് എനിക്കും ചോദിക്കുവാനുള്ളത്. PC ജോർജ്, നിൻ്റെ തന്തയുടെ വകയാണോ ഈ ഇന്ത്യ മഹാരാജ്യം? ഞങ്ങളുടെയൊക്കെ പൂർവികർ, തൻ്റെയൊന്നും പൂർവികരുടെ ഒരെണ്ണമെടുത്ത് പറയുവാൻ ചിലപ്പോൾ തനിക്ക് കഴിയില്ല. നാണം കൊണ്ട് തല താഴുന്നുണ്ടെങ്കിൽ താൻ കേട്ടുകൊള്ളുക. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അതുപോലെ തന്നെ ആലി മുസ്ലിയാരുടെയും ഹസൻ കുരുക്കളുടെയും അതുപോലെ ധീരദേശാഭിമാനികളായ ഇന്ത്യൻ മുസൽമാന്മാരുടെ രക്തവും ജീവനും നൽകി നേടിയെടുത്ത ഇന്ത്യയിലെ സ്വാതന്ത്ര്യം അത് പാകിസ്ഥാനിലേക്ക് പോ, ബംഗ്ലാദേശിലേക്ക് പോ എന്ന് പറഞ്ഞുകൊണ്ട് ആട്ടിയോടിക്കുവാൻ നിൻ്റെ ഒന്നും തന്തയുടെ വകയല്ല ഈ ഇന്ത്യ മഹാരാജ്യം. ഞങ്ങളുടെയൊക്കെ പൂർവികർ അവർ ജീവൻ നൽകി വീണ്ടെടുത്തതാണ്. ഇനി ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു ശക്തി ആക്രമിക്കാൻ വന്നാലും ഞങ്ങളുടെ വല്ലിപ്പമാർ അവർ വാരിക്കുന്തവും പടവാളുമായിട്ട് ഇന്ത്യക്ക് വേണ്ടി ജീവനും ജീവിതവും ബലിയർപ്പിക്കുവാൻ അതിന് തുനിഞ്ഞ അതേ മനസ്സോടെ ഞങ്ങളുണ്ടാകും. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കാത്തുസൂക്ഷിപ്പിന് വേണ്ടിയിട്ട്, ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളുണ്ടാകും. ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾ അതുതന്നെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇന്ത്യ ഒരു വർഗീയവാദിയുടെയും തന്തയുടെ വകയല്ല, അപ്പൻ്റെ വകയല്ല, അപ്പാപ്പൻ്റെ വകയുമല്ല. ഇത് ഇന്ത്യക്കാരുടെ വകയാണ്. ഇന്ത്യൻ മുസൽമാൻ ഇന്ത്യയുടെ മക്കളാണ്. തനിക്കൊക്കെ പറ്റുമെങ്കിൽ നിന്നോ, അല്ലെങ്കിൽ തനിക്കൊക്കെ പറ്റാവുന്നിടത്തേക്ക് പൊക്കോ എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. ഇവിടെ PC ജോർജ് എന്ന് പറയുന്ന വിഷബീജത്തിൻ്റെ ജന്തുവിൻ്റെ മുഖത്ത് നോക്കി
നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ എന്ന് ചോദിച്ച ഷാക്കിർ സാഹിബിന് 1000 അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. ഇനിയും ഇതുപോലെയുള്ള ധീരശബ്ദങ്ങൾ ഉയരട്ടെ എന്നാണ് പറയുവാനുള്ളത്. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.